ഈ പടത്തിൽ ഏറ്റവും ആദ്യം വരുന്ന കുറേ SUV-കളും ട്രക്കുകളും ഒക്കെയുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അതിന്റെ ഒരു കാര്യകാരണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നായകനെ പോലീസ് പറ്റിക്കുന്നു, പക്ഷെ പിന്നീട് പോലീസിന് മനസ്സിലാകുന്നു ഇതെല്ലാം നായകന്റെ പ്ലാൻ ആയിരുന്നു, അപ്പോൾ പറ്റിക്കപ്പെട്ടത് പോലീസായിരുന്നു. അങ്ങനെ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളന് പോലും പോസ് അടിച്ച് റീവൈൻഡ് ചെയ്ത് ലോജിക്ക് പേപ്പറിൽ എഴുതി മനസ്സിലാക്കേണ്ട ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പാണ് പടത്തിലുള്ളത്. ക്രിഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഓഡിയൻസ് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു സംവിധായകൻ തുടക്കത്തിൽ തന്നെ അതങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിഞ്ച് എന്താണെന്ന് പുള്ളി ധരിച്ചു വെച്ചതിലും എന്തൊക്കെയോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഈ പടത്തിൽ ഒരു ഘട്ടത്തിൽ സീക്രട്ട് ഏജന്റുമാരെ പോലെ വർക്ക് ചെയ്യുന്ന നായകനും നായികയും നായികയുടെ അമ്മയെ അവരുടെ ജോലി എത്തരത്തിലുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷന്റെ നടുവിൽ കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. ഈ മധുചന്ദ്രലേഖയിലെ ഉർവശിയോ ബാംഗ്ലൂർ ഡേയ്സിലെ കൽപ്പനയോ ദുരന്തർ പോലെ ഒരു സിനിമയിൽ രൺവീർ സിംഗിനെ കാണാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ട് രൺവീർ അവരെയും കൂട്ടി വെടിവെപ്പും ബോംബ് സ്ഫോടനവും നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ എങ്ങനെയുണ്ടാകും? അമ്മാതിരി സീനുകളാണ് ഈ പടത്തിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് സഹിച്ചതിന് ശേഷം നമ്മൾ ഈ കഥാപാത്രങ്ങളെ ഓർത്ത് അവർ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഓർത്ത് സങ്കടപ്പെടണമെന്നാണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നത്.